ചിഞ്ചുറാണി കൂതറ വിളയാട്ടം നിർത്തുക. ഇതെങ്ങനെ സഹിക്കും? അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങനെ ചോദിക്ക് ചിഞ്ചു അങ്ങോട്ട്. അല്ല മേഡം, ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ 2 മണി കഴിഞ്ഞു. അത് ഞങ്ങൾ അറിയേണ്ട കാര്യമാണോ? ഉണ്ടോ? ഇത് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾ ഇത്ര മാന്യമായിട്ട് ജീവിക്കണവരാ. സംശയം ഉണ്ടോ ജംഗ്ഷനിൽ പോയി ചോദിക്കും. ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാ. സാർ, ഇന്നലെ രാത്രി ഇവിടെ ആരോ ചിഞ്ചുറാണിയുടെ വീട്ടിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സാർ ഒന്ന് വന്ന് നോക്കണം സാറേ. നിങ്ങളൊക്കെ അവിടെ എന്ത് നോക്കി നടക്കായിരുന്നു? ഞാനതല്ല പറഞ്ഞത്, കാര്യത്തിന്റെ ഗൗരവം അറിയിച്ചതാ. സാറൊന്ന് വാ, ചിഞ്ചുറാണി ആകെ കലിപ്പ്. ഞാൻ ഐ ജിയെ വിളിക്കണമെന്ന് ചോദിക്കേ. വേണ്ട മേഡം, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ ചിഞ്ചിറാണിയുടെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാറേ, ഇന്നലെ പാതിരാത്രി നമ്മൾ ഒരുപാട് വൈകിയല്ലേ ഇവിടെ വന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നല്ല കലിപ്പില്ല. മനുഷ്യൻ രാവിലെ പല്ല് തെക്കാൻ തൂറുമൊന്നും വേണ്ടേ? ഓരോ മെനകെട്ട പെണ്ണുങ്ങൾ ഓരോ പരിപാടി ഒപ്പിച്ചു വെക്കും. നമ്മൾ വേണം കിടന്നോടാൻ. അത് കൊള്ളാം. എന്താ എവിടാ? നോക്ക് നോക്ക് സാറേ. കാണു സാറേ. നിങ്ങളൊക്കെ എന്ത് പോലീസുകാരാ? നിന്റെ തന്തയല്ല എന്റെ തന്ത. ചിഞ്ചുറാണി കൂതറ വിളയാട്ടം നിർത്തുക. ഇത് കണ്ടില്ല സാറേ, സാമൂഹ്യ വിരുദ്ധന്റെ മേനകൃതി. നല്ല ഭാവനയാണല്ലോ. ഇത് ഭാവനയല്ല സാറേ. നിങ്ങൾ എല്ലാവരുടെ ഡ്യൂട്ടിയിലുള്ളപ്പോ ഇത് ചെയ്തവനെ സമ്മതിക്കണ്ടേ? അത്രയുണ്ട് പോലീസിന്റെ കാര്യക്ഷമത. ഏതു ദ്രോഹിയാണെങ്കിലും ഒരു സ്ഥലവും അശുദ്ധമാക്കാൻ പാടില്ല. ഇന്നു മുതൽ കൂടുതൽ ശ്രദ്ധ വേണം, മനസ്സിലായോ? രാത്രി എത്ര ഇരുട്ടിയാലും ഞാൻ സജീവമായിട്ടുണ്ട് സാറേ. എപ്പോ വേണേലും എന്നെ സമീപിക്കാം. ഈ പരിസരത്ത് നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? സാറേ, ഈ പരിസരത്തു നിന്നല്ല, കേരളം മൊത്തം കട്ട സപ്പോർട്ടാ എന്റെ ചിഞ്ചുമോക്ക്. ഇല്ലേ മുത്തേ? അതറിയോ? അതറിയാം. എനിക്ക് സഹിക്കാൻ സാർ, 2018 നവംബർ 29 നടന്ന റോസ്മേരി കൊലക്കേസിന്റെ ഫയൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണമായിരുന്നു സാർ. അത് ഞാനിപ്പോ ചിഞ്ചിറാണിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി വന്ന് താമസിക്കുന്നത് ആ വീട്ടിലാ. ശരി. അന്ന് കൊലപാതകം നടന്ന അതേ വീട്ടില്. ഇവിടുത്തെ താമസത്തിനിടയിൽ എനിക്ക് ആ കൊലപാതകയെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതുമായിട്ടൊന്ന് മുന്നോട്ട് പോയിക്കോട്ടെ സാർ? യെസ് സാർ. ആരാ? മനു അല്ലേ? അതെ. എൻ്റെ പേര് ഭരതൻ. ഞാൻ ആ ചിഞ്ചിറാണിയുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു പോലീസുകാരനാ. ഞങ്ങൾ ആ റോസ്മേരിയുടെ വീട്ടിലാണ് താമസം. ഞാൻ അറിഞ്ഞായിരുന്നു. ചന്ദ്രൻ നായർ സാറ് മനുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വന്നതാ. ഞാൻ ഇറങ്ങട്ടെ? ആ ശരി ശരി. മകനെ ജോസേ, നിന്നെ ഈയിടെയായിട്ട് പള്ളിയിലേക്കൊന്നും കാണാറില്ല. അച്ചോ, ഞാൻ കുടി നിർത്താൻ അട്ടപ്പാടി വരെ പോയിരുന്നു. എന്നിട്ട് എന്തായി? ആദ്യത്തെ 2 ദിവസം കുടി നിർത്താൻ പറ്റി അച്ചോ. പിന്നെ തണുപ്പ് കാരണം ഭയങ്കര കുടിയാച്ചോ. ആ, അത് നന്നായി. നമ്മുടെ ഇടവകയിൽ പാവികളില്ലാതായിട്ടില്ലല്ലോ. സ്തോത്രം. സ്തോത്രം. അതെ, വീഞ്ഞൊരു പരിഹാസക്കാരനും ഈ ബിയർ ഒരു കലാകാരനും. അവനവൻ വഴി തെറ്റായിരുന്ന അവനവന് കൊള്ളാം. അതെന്താ? അറിയോ, ഈ മദ്യപാനം തെറ്റാണെന്നൊന്നും പറയാൻ ഞാനോ മറ്റുള്ളവരോ ആരും യോഗ്യരല്ല ജോസേ. വലിയ ഉപകാരം അച്ചോ. എന്നാ നീ പോയി വരൂ ജോസേ. സഭാ നിയമങ്ങളൊന്നും തെറ്റിക്കരുത്. ഇല്ല ഇല്ല. എന്നാ പോക്കൂ, ഞാൻ ഇച്ചിരി കാറ്റടിച്ചോട്ടെ. ശരി അച്ചോ. പറഞ്ഞാലോ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓ, ഓർക്കും. അവന് എന്നെ ഓർമ്മയില്ല, അവൻ ആരാന്ന്. അപ്പോഴാ എന്താ മറിയാം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മറിയാം. ഈ മറിയ ഇച്ചിരി സ്പീഡ് കുറച്ച് നടക്കുകയാണെങ്കിൽ മുട്ടയെല്ലാം തട്ടിപ്പൊട്ടായിരിക്കാൻ പറ്റും. എങ്ങനെ പോകുന്നു പട്ട ബിസിനസ്? അച്ചോ, എന്തോ എന്റെ ബിസിനസിനെ പറ്റി അച്ഛൻ പറയുമ്പോ വല്ലാത്തൊരു വൃത്തിയോട് പോലെ തോന്നുക. അതെന്താന്നറിയോ? നീ അതിന്റെ അർത്ഥം തെറ്റിക്കായിരുന്നാ മതി. സഭാ നിയമമൊക്കെ അറിയാവല്ലോ. എന്നാ പോയിക്കേ, ഞാൻ ഇച്ചിരി കാറ്റടിച്ചോട്ടെ. അച്ഛൻ്റെ ഒരു കാര്യം. എന്നിവിടെ ഉള്ള കാറ്റ് തീർന്നു പറഞ്ഞു. ഇന്ന് ഇവിടെ വെച്ചേ.